നമസ്കാരം. നഗരസഭാ ചെയർപേഴ്സണ് മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടെന്നാരോപിച്ച കൗൺസിലർക്ക് വക്കീൽ നോട്ടീസ് അയച്ച് ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ്. CPM ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ കൗൺസിലർ റോണി പാണംതൊണ്ടിലിനെതിരെയാണ് ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ അടൂർ നഗരസഭാ അധ്യക്ഷ വക്കീൽ നോട്ടീസ് അയച്ചത്. ശബ്ദരേഖ സംബന്ധിച്ച ആരോപണം പിൻവലിച്ച് പത്രമാധ്യമങ്ങൾ വഴിയും പരസ്യമായി മാപ്പ് പറയണമെന്ന് കാട്ടിയാണ് നോട്ടീസ് അയച്ചത്. അല്ലാത്തപക്ഷം 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികളുമായി മുൻപോട്ട് പോകുമെന്നും ദിവ്യ റജി മുഹമ്മദ് റോണി പാണംതൊണ്ടിലിന് അയച്ച നോട്ടീസിൽ വ്യക്തമാക്കുന്നു. 7 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. വക്കീൽ നോട്ടീസ് സംബന്ധിച്ച വിവരം റോണിയോട് ആരാഞ്ഞപ്പോൾ അറിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ഒരാഴ്ച മുൻപാണ് നഗരസഭാ അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ റോണി പാണംതൊണ്ടിൽ ശബ്ദരേഖ പങ്കുവച്ചത്. ലഹരിക്കെതിരെ നടപടികൾ സർക്കാർ ത്വരിതപ്പെടുത്തുന്നതിനിടെ ഉയർന്ന ശബ്ദരേഖ വിവാദം പാർട്ടിക്കുള്ളിലും പുറത്തും ഒരുപോലെ വിവാദമായിരുന്നു. സംഭവത്തിൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അടൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം രാപ്പകൽ ഭേദമന്യേ പ്രവർത്തിക്കുന്ന തട്ടുകടയെ ചുറ്റിപ്പറ്റിയാണ് ശബ്ദരേഖ പിറന്നത്. അതേസമയം ആരോപണത്തിന് കാരണമായത് CPMനുള്ളിലെ ഗ്രൂപ്പിസമാണെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ദിവ്യ റജി മുഹമ്മദിനെ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് നീക്കി ഏരിയ ജില്ലാ നേതാക്കൾക്ക് പ്രിയപ്പെട്ട മറ്റൊരു കൗൺസിലറെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു ലഹരിമരുന്ന് ബന്ധം സംബന്ധിച്ച ആരോപണമെന്നും പറയുന്നു. അടൂർ നഗരസഭാ ഭരണം CPMും CPIയും പങ്കുവയ്ക്കുകയായിരുന്നു. ആദ്യ ഊഴത്തിൽ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TD സജിയായിരുന്നു ചെയർപേഴ്സൺ. ദിവ്യ റജി മുഹമ്മദ് വൈസ് ചെയർപേഴ്സണുമായി 2.5 വർഷത്തിന് ശേഷം ചെയർമാൻ സ്ഥാനം CPMന് ലഭിച്ചു. CPM കൗൺസിലർമാരായ ഷാജഹാൻ, മഹേഷ് കുമാർ എന്നിവർ ചെയർമാനാകാൻ രംഗത്ത് വന്നു. ഏരിയ സെക്രട്ടറിക്കും ജില്ലാ നേതാക്കൾക്കും ഷാജഹാനെ ചെയർമാനാക്കാനായിരുന്നു താല്പര്യം. ഇദ്ദേഹമാകട്ടെ പട്ടികജാതിക്കാർക്കുള്ള ഭൂമി മറിച്ചുവിറ്റ് അഴിമതി നടത്തിയ കേസിൽ പ്രതിയാണ്. തർക്കമുറുകിയപ്പോൾ ദിവ്യ റജി മുഹമ്മദിനെ ചെയർപേഴ്സണാക്കാൻ നേതൃത്വം തീരുമാനിച്ചു. അവസാന 1 വർഷം ഷാജഹാന് നൽകാമെന്ന് വാക്കാൽ ധാരണയുമുണ്ടാക്കി. ഇതേ രീതിയിൽ കടമ്പനാട് പഞ്ചായത്തിലും CPM പ്രസിഡന്റ് സ്ഥാനം പങ്കുവെക്കാൻ ധാരണയായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതിർന്ന അംഗം സിന്ധു ദിലീപ് കടമ്പനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഏരിയ നേതാവ് ഇടപെട്ട് ബന്ധു കൂടിയായ പുതുമുഖം പ്രിയങ്ക പ്രതാപിനെ പ്രസിഡന്റാക്കി. 2.5 വർഷം കഴിഞ്ഞ് സിന്ധുവിന് കൊടുക്കാമെന്നും ധാരണയുണ്ടാക്കി. പ്രസിഡന്റായ പ്രിയങ്ക പാർട്ടിക്ക് വഴങ്ങാതെ മുന്നോട്ട് പോയെങ്കിലും ധാരണ പ്രകാരം മാറി സിന്ധുവിന് കൊടുക്കാൻ ഏരിയ ജില്ലാ നേതൃത്വങ്ങൾ തയ്യാറായില്ല. ഇതേ കാരണം കൊണ്ട് തന്നെ അടൂർ നഗരസഭയിൽ ദിവ്യയെ മാറ്റി മറ്റൊരാൾക്ക് ചെയർമാൻ സ്ഥാനം കൊടുക്കേണ്ട എന്ന അഭിപ്രായം ഉയർന്നു. ഷാജഹാൻ ചെയർമാൻ സ്ഥാനം ആവശ്യപ്പെട്ടതോടെ വെട്ടിലായ ഏരിയ നേതൃത്വം ദിവ്യയെ മാറ്റുന്നതിന് കണ്ടുപിടിച്ച കുറുക്കുവഴിയായിരുന്നു ലഹരിമരുന്ന് ബന്ധമെന്ന ആരോപണം. CPM നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചില കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയം ഉയർത്തിക്കാട്ടി സമരവും തുടങ്ങി. CPM വിചാരിക്കുന്നത് പോലെ കോൺഗ്രസ് നീങ്ങിയെങ്കിലും ലഹരി മരുന്ന് മാഫിയ ബന്ധമെന്ന ആരോപണം പാർട്ടിയിൽ തിരിച്ചടിച്ചു. ക്ലീൻ ഇമേജുള്ള ദിവ്യക്കെതിരെ വന്ന ആരോപണത്തിന് പിന്നിൽ ഏരിയ നേതൃത്വമാണെന്ന് പുറത്തു വരുമെന്ന് കണ്ടതോടെ റോണി പാണംതൊണ്ടിലിനെതിരെ വിശദീകരണം ചോദിച്ചുള്ള നാടകമരങ്ങേറി. എന്നാൽ ആരോപണം മൂലം മാനസികമായി തകർന്ന ദിവ്യ റജി മുഹമ്മദ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി അയച്ചു. രാജിവെക്കില്ലെന്ന നിലപാടും എടുത്തു. തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച റോണിക്കെതിരെ നിയമ നടപടി കൂടിയായതോടെ ഏരിയ നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. CPM നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ സ്വന്തം പാർട്ടി അംഗം തന്നെ ശബ്ദരേഖ ഇട്ടതും പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതും ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന നിലപാടിലാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം എന്നറിയുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണവും വന്നേക്കും.